ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാംഗോ ജെല്ലീസ് ആണ്. നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഫ്രൂട്ട് ജെല്ലീസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ മാംഗോ ജെല്ലീസ് ഉണ്ടാക്കുവാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത മാങ്ങയുടെ പൾപ്പ് മാത്രമാണ്. ഇത് ഏകദേശം 700 ml മാംഗോയുടെ പൾപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മാംഗോ ജെല്ലീസ് ഉണ്ടാക്കുവാൻ ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ പഴുത്ത മാങ്ങയുടെ പ്യുവർ പൾപ്പ് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന പൗഡർഡ് ഷുഗറാണ്, പൊടിച്ച പഞ്ചസാരയാണ്. മധുരം നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായി ഞാൻ ചേർക്കാൻ പോകുന്നത് ജെല്ലീസ് ഉണ്ടാക്കുന്ന പൗഡറാണ്. ഇത് ജെലിറ്റൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലും ബിഗ് ബസാറിലൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് നമുക്ക് ഏകദേശം 50 ഗ്രാമിൻ്റെ പാക്കാണ്. ഇത് മൊത്തം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് ജെല്ലീസിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വിസ്ക് ഉപയോഗിച്ച് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാംഗോ പൾപ്പായിട്ട് ഈ ജെലിറ്റൈൻ്റെ മിക്സ്ചർ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ജെല്ലീസിന് വേണ്ട മാംഗോ പൾപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചെറിയ ചെറിയ ഗ്ലാസ്സിലേക്കോ അതല്ല നമുക്ക് കുക്കി ട്രൈയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ജെല്ലീസ് ഉണ്ടാക്കിയെടുക്കുന്നതിലേക്ക് മാറ്റാം. ഞാനിവിടെ ഈ ജെല്ലീസ് ഉണ്ടാക്കുന്ന മിക്സ്ചർ ചെറിയ വൈൻ ഗ്ലാസ്സിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് ഏകദേശം 1 മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാംഗോ ജെല്ലീസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഈ വൈൻ ഗ്ലാസ്സിൽ നിന്ന് മാറ്റാം. അതിനുവേണ്ടി ഞാൻ ചെറിയ കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡൊന്ന് തിക്കിയിട്ടെടുക്കുകയാണ്. ഇതുപോലത്തെ ഫ്രൂട്ട് ജെല്ലീസ് നമുക്ക് വീട്ടിലുണ്ടാക്കുവാൻ വളരെ എളുപ്പമാണ്. നമുക്ക് മാങ്ങയുടെ ജെല്ലീസ് മാത്രമല്ല, നമുക്ക് ഏത് തരം ഫ്രൂട്ട്സ് ഉപയോഗിച്ചും ജെല്ലീസ് ഉണ്ടാക്കാം. ഇതുപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഫ്രൂട്ട് ജെല്ലീസ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പി ലൈക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഈ റെസിപ്പി ഷെയർ ചെയ്യൂ. നിങ്ങൾ എൻ്റെ ചാനലിൽ പുതിയതാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആൻഡ് സീ യു ഓൺ നെക്സ്റ്റ് റെസിപ്പി.